ആനി രാജയെ CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് നിർദ്ദേശിച്ച സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് മുതിർന്ന നേതാവ് കെ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത്. നേരത്തെ പ്രകാശ് ബാബു രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുന്നതും തഴഞ്ഞിരുന്നു. ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രകാശ് ബാബു കടുത്ത അതൃപ്തിയിലാണ്. ഒന്നിന്റെയും പിറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ സമാപിക്കുമ്പോൾ തന്നെ ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചിരുന്നു. ആ നിർദ്ദേശവും വന്നു. ഇപ്പോൾ ഒഴി വന്നപ്പോൾ ആനി രാജയെ എടുത്തു. അത് നല്ല കാര്യമാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയും ചെയ്യുന്നു. ആനി രാജയ്ക്ക് അർഹതപ്പെട്ടതാണ്. ആനി രാജയെ പരിഗണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഇത് വേറെ അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കണ്ട. ഒഴിവാക്കുന്നതല്ലല്ലോ, ഒഴിവ് വന്നതിനകത്ത് ഒരാളിനെ ഉൾപ്പെടുത്തുന്നതല്ലേ. അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശം വന്ന് നല്ലത്. ഇന്ന് പത്രത്തിൽ വന്നല്ലോ. എനിക്കറിഞ്ഞൂടെ എങ്ങനെ അത് പത്രത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. വിഷയത്തിൽ മാധ്യമങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. നിങ്ങൾ പല ആൾക്കാരും പലപ്പോഴും കഥ അറിയാതെ ആട്ടം കാണുകയാണ്. ഒന്നോ രണ്ടോ വട്ടമൊക്കെ കഥ അറിയാതെ ആട്ടം കാണാം. സ്ഥിരമായിട്ട് ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണുന്നത് വാശി പിടിക്കുന്നത് വളരെ ശരിയല്ലേ? അത് പ്രകാശ് ബാബു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ അവഗണിക്കാൻ ആർക്ക് പറ്റും? അദ്ദേഹത്തെ പ്രകാശ് ബാബുവിനെ പോലൊരു ഉന്നത നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഗണിക്കില്ല. ആ പ്രസ്താവന വളരെ ശരിയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, താൻ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രകാശ് ബാബു പറയുന്നു. ഒപ്പം ഇതിൽ രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ വിവാദത്തിന് യാതൊരു കഴമ്പുമില്ല എന്ന് ബിനോയ് വിശ്വവും ആവർത്തിക്കുന്നു. പക്ഷേ എങ്കിലും സംസ്ഥാന തലത്തിലെ ചില ചേരുവതിരിവുകൾ അത് കൂടുതൽ വ്യക്തമാകുന്നു എന്നാണോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ശ്രീലക്ഷ്മി, ഉറപ്പായിട്ടും അതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് CPI ഉണ്ടായിരുന്ന ഉൾപാർട്ടി വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ മറനീക്കി പുറത്തു വരികയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കുമ്പോൾ തന്നെ നേതാക്കൾക്കിടയിലടക്കം CPI ചില നേതാക്കൾക്കിടയിലടക്കം വലിയ തരത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രകാശ് ബാബു എന്ന് പറയപ്പെടുന്ന മുതിർന്ന നേതാവിനെ ആ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള അഭിപ്രായം അന്നേ പാർട്ടിക്കുള്ളിൽ ഉയർന്നതാണ്. അതിനുശേഷമാണ് ഈ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉയരുന്നത്. അന്ന് അത് ചർച്ച ചെയ്യാൻ ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ പോലും അവസാന നിമിഷം വരെ പരിഗണിച്ച പേര് പ്രകാശ് ബാബുവിന്റേതായിരുന്നു. എന്നാൽ അവസാന നിമിഷം അത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ടുകൊണ്ട് PP സുനീറിന്റെ പേരിലേക്ക് മാറ്റി. അതിലും കടുത്ത അതൃപ്തിയും തർക്കവും ഒക്കെ സംസ്ഥാന കൗൺസിലറുടെ നേതൃയോഗങ്ങളിലും അടക്കം ഉയർന്നു. ആ രീതിയിലും കാര്യങ്ങൾ പോകുന്നതിനിടെയാണ് ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായ മറ്റൊരു നീക്കം കൂടി ഉണ്ടാകുന്നത്. CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയാണ്. എന്നാൽ പ്രകാശ് ബാബുവിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ അക്കാര്യത്തിൽ പരിഗണിച്ചതേയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ പ്രകാശ് ബാബു രാജ്യസഭാ സ്ഥാനാർത്ഥിയായതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വെട്ടി നിർത്തിയതാണെന്നുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ, പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട ആ രീതിയിലുള്ള അഭിപ്രായമുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ സംസ്ഥാന കൗൺസിലിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അത് ഈ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി കൗൺസിലിലും കാര്യമായ തർക്കമുണ്ടായി. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് CPI കൗൺസിൽ VS സുനിൽകുമാർ അടക്കം നിലപാടെടുക്കുകയായിരുന്നു. സുനീർ ചെറുപ്പമെന്നും ഇനിയും സമയമുണ്ടായിരുന്നു എന്നുമായിരുന്നു സുനിൽകുമാറിന്റെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട VS സുനിൽകുമാറിനെ പരിഹസിച്ച AIVFന്റെ ഒരു മുതിർന്ന ഒരു നേതാവ് രത്ന അടക്കം കൗൺസിലിൽ കണ്ടിരുന്നു. മാത്രമല്ല ആ AIVFന്റെ നേതാവ് അദ്ദേഹം CPI ദേശീയ സെക്രട്ടറിയിലേക്ക് നിർദ്ദേശിച്ച സംസ്ഥാന നേതൃത്വം മുതിർന്ന നേതാവായ പ്രകാശ് ബാബുവിനെ തഴഞ്ഞുകൊണ്ടാണ് ഈ ഒരു തീരുമാനം. പക്ഷേ ഇതിൽ വിവാദങ്ങൾക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും കാണേണ്ട എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്.